إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഹലോകത്തേക്ക് നമ്മെ സൃഷ്ടിച്ചു പറഞ്ഞയച്ചത് ഇവിടെ പരിശ്രമിക്കുന്ന ആളുകളായി തീരുവാൻ വേണ്ടിയാണ്. അഥവാ ഒരു പരിശ്രമത്തിൻ്റെ കേന്ദ്രമാണ് ദുനിയാവ്, ഇഹലോകം എന്നുള്ളത്. അല്ലാഹു അവൻ്റെ കിതാബിൽ സൂറത്തുൽ അൻകബൂത്തിൽ പറഞ്ഞു, വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ. ആരാണോ നമ്മുടെ മാർഗത്തിൽ പോരാടുന്നത്, പരിശ്രമിക്കുന്നത്, അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മുടെ പാതയിലേക്ക് അഥവാ പരിശുദ്ധ ദീനിലേക്ക്, അതിലൂടെ സ്വർഗത്തിലേക്കുള്ള വഴി നാം എളുപ്പമാക്കി നൽകുന്നതാണ്. വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഹ്സാനുള്ള ആളുകളുടെ കൂടെയാണ്. സഹോദരങ്ങളെ, ഈ മഹത്തായ ആയത്ത് അല്ലാഹു അതിലൂടെ നമ്മെ അറിയിക്കുന്നത് ആരാണോ പരിശ്രമിക്കുന്നത് എന്ന് പറഞ്ഞാൽ സ്വന്തത്തോട് ജിഹാദ് ചെയ്യുക, നമ്മുടെ സ്വന്തത്തെ പണിയെടുപ്പിക്കുക, നമ്മുടെ മാനസികമായും ശാരീരികമായും പരലോകത്തേക്ക് വേണ്ട വിഭവങ്ങൾ ഒരുക്കാൻ അങ്ങേയറ്റം പരിശ്രമിപ്പിക്കുക എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ അറിയിക്കുന്നത്. അങ്ങനെയുള്ള പരിശ്രമകാരികൾക്ക് മാത്രമാണ് അല്ലാഹുവിൻ്റെ പാതയിലേക്ക് അഥവാ ഇഹലോകത്ത് റബ്ബിൻ്റെ ദീൻ അത് പാലിക്കുവാനും അതിലൂടെ കർമ്മങ്ങൾ വാരിക്കൂട്ടി സ്വർഗത്തിൽ പദവികൾ നേടിയെടുക്കാനും അല്ലാഹു എളുപ്പം നൽകും എന്നുള്ളതാണ്. ആ ആയത്ത് അല്ലാഹു അവസാനിപ്പിച്ചത് ഇഹ്സാനുള്ള ആളുകളുടെ കൂടെ അല്ലാഹു ഉണ്ടാകുമെന്നാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ 7 ആകാശങ്ങൾക്ക് മുകളിൽ അവൻ്റെ അർശിനു മീതെയാണ്. എന്നാൽ അവൻ്റെ അറിവുകൊണ്ടും കഴിവുകൊണ്ടും അവൻ സൃഷ്ടികളുടെ കൂടെ തന്നെയുണ്ട്. പ്രത്യേകിച്ച് മുഅ്മിനീങ്ങളുടെ കൂടെ, മുഹ്സിനീങ്ങളുടെ കൂടെ അല്ലാഹു ഉണ്ട്. ആരാണ് മുഹ്സിനുകൾ, ഇഹ്സാനുള്ളവർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതുപോലെ
നീ അള്ളാഹുവിനെ കാണുന്നത് പോലെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക. അഥവാ ഒരാൾ ഇബാദത്തിന്റെ സന്ദർഭത്തിൽ അള്ളാഹു എൻ്റെ മുന്നിലുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ചിന്തയോടുകൂടി ഇബാദത്ത് ചെയ്യലാണ് ഇഹ്സാനിന്റെ ആദ്യത്തെ പടി. ഇനി അതിന് സാധിക്കുന്നില്ല എങ്കിൽ അവിടുന്ന് പറഞ്ഞു, അള്ളാഹു നിന്നെ കാണുന്നു എന്ന ചിന്തയോടുകൂടി നീ ഇബാദത്ത് ചെയ്യുക. അഥവാ ഏത് ഇബാദത്ത് ചെയ്യുമ്പോഴും ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും അള്ളാഹു എന്നെ കാണുന്നു, ഞാൻ അവനെ കണ്ടില്ലെങ്കിലും അള്ളാഹു എന്നെ ഇങ്ങോട്ട് കാണുന്നുണ്ട് എന്ന ചിന്തയോടുകൂടി ഇബാദത്ത് ചെയ്യുക. ഇതാണ് ഇഹ്സാൻ. ഇങ്ങനെയുള്ള മുഹ്സിനീങ്ങളുടെ കൂടെ അള്ളാഹു ഉണ്ട്, അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകും, അള്ളാഹുവിൻ്റെ സംരക്ഷണമുണ്ടാകും, അള്ളാഹു എല്ലാ അർത്ഥത്തിലും കൂടെ ഉണ്ടാകും എന്നാണ് അള്ളാഹു റബ്ബുൽ ആലമീൻ ആ ആയത്തിലൂടെ അറിയിച്ചത്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്സാൻ എന്നത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളതും. സഹോദരങ്ങളെ, എന്താണ് വല്ലദീന ജാഹദു എന്ന് പറഞ്ഞാൽ? പോരാടുക, പരിശ്രമിക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് രൂപത്തിലാണ്. ഒന്ന്, അള്ളാഹുവിനുള്ള ഇബാദത്തുകൾ അത് ചെയ്യാൻ പരിശ്രമിക്കുക. അള്ളാഹു നിർബന്ധമാക്കിയ, അള്ളാഹു കൽപ്പിച്ച എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് പ്രവർത്തിക്കാൻ അങ്ങേയറ്റം പരിശ്രമിക്കുക. പ്രത്യേകിച്ച് നിർബന്ധ കാര്യങ്ങൾ ചെയ്യാൻ അതിൻ്റെ കൃത്യസമയത്ത്, അതിൻ്റെ തനതായ രൂപത്തിൽ, അതിൽ വിള്ളലുകൾ വരാതെ, പോരായ്മകൾ വരാതെ, ന്യൂനതകൾ വരാതെ, കുറവുകൾ വരാതെ, സമയം തെറ്റിക്കാതെ കൃത്യമായി അള്ളാഹു നിർബന്ധ ബാധ്യതയാക്കിയത് ചെയ്യുക. അതോടൊപ്പം അള്ളാഹു കൽപ്പിച്ച എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് ചെയ്യാൻ പരിശ്രമിക്കുക എന്നതാണ് വല്ലദീന ജാഹദു, പരിശ്രമിക്കുക എന്നതിൽ ഒന്നാമതായി വരിക. അള്ളാഹു എന്തൊക്കെ നമ്മോട് വിലക്കിയിട്ടുണ്ടോ ആ വിലക്കുകളിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മൾ പരിശ്രമിക്കുക, അതാണ് രണ്ടാമത്തെ കാര്യം. അള്ളാഹു റബ്ബുൽ ആലമീൻ പല കാര്യങ്ങളും നമുക്ക് ഹറാമാക്കിയിട്ടുണ്ട്, നമ്മോട് വിലക്കിയിട്ടുണ്ട്, പാപങ്ങളായി പഠിപ്പിച്ചിട്ടുണ്ട്. അത്തരം പാപങ്ങളിൽ നിന്ന്, തിന്മകളിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കാൻ അതിന് പരിശ്രമം വേണം. ഇങ്ങനെ പരിശ്രമകാരികളായ ആളുകൾക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ പാതയിലേക്കുള്ള വഴി എളുപ്പമാക്കുക, സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കുക. അതുകൊണ്ടാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞത്, ഫമൻ സുഹ്സിഹ അനിൻ നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ. ഈ ആയത്ത് സഹോദരങ്ങളെ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, ഓരോ നഫ്സും, ഓരോ ശരീരവും മരണത്തെ രുചിച്ചറിയുക തന്നെ ചെയ്യും, അഥവാ എല്ലാവരും മരിക്കും. എന്നിട്ട് അള്ളാഹു പറയുന്നു, വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ. അങ്ങനെ മരണശേഷം, മരണാനന്തരം ഖിയാമത്ത് നാളിലാണ്, പരലോകത്താണ് ചെയ്ത പ്രവർത്തനങ്ങൾക്ക് പരിപൂർണമായി അതിന്റെ പ്രതിഫലം നാം പൂർത്തീകരിച്ച് നൽകുക. എന്നിട്ട് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്, ഫമൻ സുഹ്സിഹ അനിൻ നാർ, ആരാണോ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തപ്പെടുന്നത്, പുറത്താക്കപ്പെടുന്നത്, വഉദ്ഖിലൽ ജന്ന, എന്നിട്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത്, ഫഖദ് ഫാസ, അവൻ വിജയിച്ചിരിക്കുന്നു. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, ഇഹലോകത്തെ ജീവിതമെന്നത്, ഐഹിക ജീവിതമെന്നത് വഞ്ചിക്കപ്പെടുന്ന വിഭവങ്ങൾ മാത്രമാകുന്നു. സഹോദരങ്ങളെ നോക്കൂ, ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞത്, സൂറത്തു ആലി ഇമ്രാനിലെ 185-ാമത്തെ ആയത്തിൽ അള്ളാഹു മരണത്തെ ഓർമ്മപ്പെടുത്തി, ഖിയാമത്ത് നാൾ ഓർമ്മപ്പെടുത്തി. എന്നിട്ട് ദുനിയാവിന്റെ നിസാരത പറയുകയാണ്. ദുനിയാവെന്നത് വഞ്ചിക്കപ്പെടുന്ന വിഭവങ്ങൾ മാത്രമാണ്. അവിടെ നമുക്ക് ചെയ്യാനുള്ളത് പരലോകത്തേക്ക് വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിക്കപ്പെട്ടാലാണ് വിജയിക്കുക. അതാണ് ഏറ്റവും വലിയ വിജയം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഹദീസുകൾ നമുക്ക് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഈ വിഷയത്തിൽ. അഥവാ ഇഹലോകത്ത് നമുക്ക് പരിശ്രമിക്കാൻ സാധിക്കണമെങ്കിൽ എന്താണ് അതിൻ്റെ തടസ്സം, എന്താണ് വിലങ്ങുതടിയായി നമുക്ക് മുന്നിൽ നിൽക്കുന്നത്, എന്താണ് നമ്മുടെ കർമ്മങ്ങൾക്കും നമുക്കും ഇടയിലുള്ള ആ ഒരു മറ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഹുഫത്തിൽ ജന്നതു ബിൽ മകാരിഹ് വഹുഫത്തിൻ നാറു ബിശ്ശഹവാത്ത്. സ്വർഗത്തെ പ്രയാസകരമായ കാര്യങ്ങൾ കൊണ്ട് വലയം ചെയ്തിരിക്കുന്നു,
നരകത്തെ ദേഹേച്ഛകൾ കൊണ്ടും വലയം ചെയ്തിരിക്കുന്നു. മറ്റൊരു റിവായത്തിൽ നമുക്ക് കാണാം, ഹുജിബത്തിൻ നാറു ബിശ്ശഹവാത്ത്, നരകത്തെ ദേഹേച്ഛകൾ കൊണ്ട് മറക്കപ്പെട്ടിരിക്കുന്നു, മറയിടപ്പെട്ടിരിക്കുന്നു. വഹുജിബത്തിൽ ജന്നതു ബിൽ മകാരിഹ്, സ്വർഗത്തെ പ്രയാസകരമായ അനിഷ്ടകരമായ കാര്യങ്ങൾ കൊണ്ടും മറക്കപ്പെട്ടിരിക്കുന്നു. സഹോദരങ്ങളെ, ഈ മഹത്തായ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുകയാണ്, സ്വർഗമെന്നത്, ആ സ്വർഗത്തെ മുഴുവനും വലയം ചെയ്തിരിക്കുന്നത് അനിഷ്ടകരമായ ചില കാര്യങ്ങൾ കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ആ സ്വർഗത്തിലേക്ക് നമ്മൾ കടക്കണമെങ്കിൽ ആ അനിഷ്ടകരമായ, അതിനെ വലയം ചെയ്ത മക്കാരിഹുകൾ, നമുക്ക് പ്രയാസം തോന്നുന്ന കാര്യങ്ങൾ ഭേദിച്ച് മുറിച്ച് കടക്കണം, എന്നാലേ സ്വർഗത്തിലെത്തുകയുള്ളൂ. അതേപോലെ തന്നെ നരകം, അത് ഷഹ്വത്തുകൾ കൊണ്ട് അഥവാ ദേഹേച്ഛകൾ കൊണ്ട് വലയം ചെയ്തിരിക്കുന്നു, മറക്കപ്പെട്ടിരിക്കുന്നു. അഥവാ ആര് ദേഹേച്ഛകളുമായി മുന്നേറിയോ അയാൾക്ക് ആ ദേഹേച്ഛകൾ എന്ന വലയം ഭേദിച്ച് നരകത്തിലേക്ക് ചെന്ന് വീഴാൻ സാധിക്കും. സഹോദരങ്ങളെ, എന്താണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഹദീസിന്റെ യഥാർത്ഥ അർത്ഥം? സ്വർഗം മക്കാരിഹുകൾ കൊണ്ട് വലയം ചെയ്യപ്പെട്ടിരിക്കുന്നു. എന്താണ് മക്കാരിഹുകൾ, അനിഷ്ടകരമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ? പൊതുവെ ഇബാദത്തുകൾ, നല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ മനസ്സുകൾക്ക് പ്രയാസമായിരിക്കും അത് ചെയ്യണമല്ലോ എന്ന ഒരു മനപ്രയാസം പൊതുവെ ഉണ്ടാകും. ആ പ്രയാസങ്ങൾ കൊണ്ടാണ് സ്വർഗം വലയം ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ആദ്യം ഞാൻ ഓതിവെച്ച ആയത്തിൽ അള്ളാഹു പറഞ്ഞതുപോലെ വല്ലദീന ജാഹദു, ആരാണോ പരിശ്രമിക്കുന്നത്, ആ പരിശ്രമം കൊണ്ട് മാത്രമേ ഈ വേലി, ഈ മറ നീക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ മക്കാരിഹുകളുടെ മറ നീക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ പരിശ്രമിക്കണം. അള്ളാഹു നിർബന്ധമാക്കിയ 5 നേരത്തെ നിസ്കാരങ്ങൾ, പള്ളികളിൽ നിന്ന് ബാങ്ക് വിളിക്കപ്പെടുമ്പോൾ നമ്മുടെ മനസ്സിന് പൊതുവെ പല താല്പര്യങ്ങളുണ്ടാകും. നമ്മുടെ ജോലി, നമ്മുടെ മറ്റു കാര്യങ്ങൾ, നമ്മൾ പല തിരക്കുകളിലുമായിരിക്കും. ആ തിരക്കുകളിൽ നിന്ന് നമ്മുടെ സ്വന്തം ദേഹേച്ഛയെ മറികടന്ന് പള്ളിയിലേക്ക്, അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് നിസ്കരിക്കാൻ, ഇബാദത്തിന് വേണ്ടി ചെല്ലുന്ന ആ പരിശ്രമം ഈ സ്വർഗത്തെ വലയം ചെയ്ത മക്കാരിഹിനെ ഭേദിക്കലാണ്, അതിനെ തള്ളി നീക്കലാണ്. അതുപോലെ അള്ളാഹു നിർബന്ധമാക്കിയ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് നമ്മൾ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ വലയം അത് നീങ്ങും, എന്നിട്ട് അപ്പുറത്തേക്ക് കടക്കാൻ സാധിക്കും. അതുപോലെ സഹോദരങ്ങളെ, നരകത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഷഹ്വത്തുകൾ കൊണ്ടാണ് അത് വലയം വെച്ചിരിക്കുന്നത്. ഷഹ്വത്ത് എന്ന് പറഞ്ഞാൽ ദേഹേച്ഛ, മനസ്സിന്റെ ഇഷ്ടം, ഇച്ഛ, തന്നിഷ്ടം എന്നൊക്കെ അതിനർത്ഥം പറയും. അഥവാ നമുക്കെപ്പോഴും, മനുഷ്യന്റെ മനസ്സ് എപ്പോഴും തിന്മകളോട് അതിന് താല്പര്യമുണ്ടാകും. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് യൂസുഫിൽ പറഞ്ഞതായി കാണാം, ഇന്നൻ നഫ്സ ലഅമ്മാറത്തും ബിസൂ, തീർച്ചയായും മനസ്സ് എന്നത് തിന്മയിലേക്ക് നയിക്കുന്ന കാര്യമാണ്, അതിനെ ക്ഷണിക്കുന്ന കാര്യമാണ്. എപ്പോഴും മനസ്സ് മന്ത്രിക്കുക അള്ളാഹുവിനെ ധിക്കരിക്കുന്ന കാര്യങ്ങളിലേക്കാണ്. ഹറാമിനോട്, തിന്മകളോട് പൊതുവെ മനസ്സിന് താല്പര്യമുണ്ടാകും. അതുകൊണ്ട് തന്നെ നരകം മുഴുവനും ഈ ഹറാമുകൾ കൊണ്ട് വലയം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഒരാൾ നരകത്തിൽ പ്രവേശിക്കുക എന്ന കാര്യം എപ്പോഴാണ് സംഭവിക്കുക? അള്ളാഹു ഹറാമാക്കിയ ഈ വേലി മറികടന്ന് പ്രവർത്തിക്കുമ്പോഴാണ്. സഹോദരങ്ങളെ, നോക്കൂ നിങ്ങൾ, തിന്മകളായി അള്ളാഹു എണ്ണിപ്പറഞ്ഞ പല കാര്യങ്ങളുമുണ്ട്. തിന്മകൾ എന്നത് ഉദാഹരണത്തിന് സിന, വ്യഭിചാരം, അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. മനുഷ്യന്റെ മനസ്സ് പൊതുവെ മന്ത്രിക്കുന്ന കാര്യമാണ്, മനുഷ്യന്റെ മനസ്സിന് ആഗ്രഹം തോന്നുന്ന കാര്യമാണ്. അതിലേക്കുള്ള വഴികളും അതിലേക്കുള്ള നോട്ടങ്ങളും സംസാരങ്ങളും എല്ലാം അള്ളാഹുവിൻ്റെ ദീൻ അടച്ചത് എന്തുകൊണ്ടാണ്? മനുഷ്യൻ വേഗത്തിൽ അതിലേക്ക് എത്തിപ്പെടും എന്നതുകൊണ്ടാണ്. മനുഷ്യന്റെ മനസ്സ് അതിലേക്ക് പെട്ടെന്ന് ചാഞ്ഞു പോകും എന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അള്ളാഹു മുഅ്മിനീങ്ങളോടും മുഅ്മിനാത്തുകളോടും ഖുല്ലിൽ മുഅ്മിനീന യഗുല്ലൂ മിൻ അബ്സാരിഹിം, മുഅ്മിനീങ്ങളോട് നബിയെ പറയുക, നിങ്ങളുടെ ദൃഷ്ടികൾ താഴ്ത്തുക. വഖുല്ലിൽ മുഅ്മിനാതി യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന, മുഅ്മിനാത്തുകളോട്, സ്ത്രീകളോട് പറയുക, നിങ്ങളുടെ കണ്ണുകൾ, ദൃഷ്ടികൾ താഴ്ത്തുക. ശേഷം അള്ളാഹു പറഞ്ഞത് എന്താണ്? വയഹ്ഫദു ഫുറൂജഹും, അവരുടെ ലൈംഗികാവയവം സൂക്ഷിക്കുവാനും. സ്ത്രീകളോട് വയഹ്ഫദ്ന ഫുറൂജഹുൻ. ഇപ്പൊ ദൃഷ്ടി നോട്ടം എന്നത്
അത് വ്യഭിചാരത്തിലേക്ക്, ലൈംഗിക തിന്മകളിലേക്ക് എത്തിക്കും എന്നതുകൊണ്ട് തന്നെ മനുഷ്യന്റെ മനസ്സ് അതിലേക്ക് ചായ്വുണ്ടാക്കുകയും അതിലേക്ക് മന്ത്രിക്കുകയും പിന്നീട് അതിങ്ങനെ വലിയ തിന്മയിലേക്ക് പരിവർത്തിക്കപ്പെടുകയും ചെയ്യും. അതുപോലെ തന്നെ സഹോദരങ്ങളെ നോക്കൂ നിങ്ങൾ, മറ്റുള്ള ഏത് തിന്മകൾ, കൊലപാതകം എടുത്തു നോക്കൂ നിങ്ങൾ. ഒരു വാക്ക് തർക്കത്തിലൂടെ ആരംഭിച്ച് പിന്നീട് അത് കൊലപാതകത്തിലേക്ക് എത്തുകയാണ്. മനുഷ്യൻ പൊതുവെ തിന്മകളോട് കൂടുതൽ ചായ്വുള്ള മനസ്സ് അതിലേക്ക് അടുക്കും. അതുപോലെ തന്നെ നോക്കൂ നിങ്ങൾ, മോഷണം, അതുപോലെ സാമ്പത്തിക തട്ടിപ്പുകൾ, ആളുകളെ വഞ്ചിക്കുക, പറ്റിക്കുക എന്നുള്ളത് എന്തുകൊണ്ടാണ്? മനുഷ്യന്റെ മനസ്സിൽ എപ്പോഴും സമ്പത്തിനോട് താല്പര്യമുണ്ടാകും. ആ സമ്പത്ത് ഉണ്ടാക്കാൻ അള്ളാഹു അനുവദിച്ച ഹലാലായ മാർഗം ഒരാൾ തെരഞ്ഞെടുത്താൽ സ്വർഗത്തിലേക്കുള്ള വഴി അയാൾക്ക് എളുപ്പമാകും. ഇനിയല്ല, നേരത്തെ പറഞ്ഞതുപോലെ ഹറാമിന്റെ വലയം ഭേദിച്ച് കിടക്കുന്ന മോഷണമാവട്ടെ, പിടിച്ചുപറിയാവട്ടെ, തട്ടിപ്പാവട്ടെ, ആളുകളെ വഞ്ചിക്കലാവട്ടെ, ചതിക്കലാവട്ടെ, ഏതുമാവട്ടെ, അതെന്താണ്? ഹറാമിന്റെ ആ വലയം അത് പൊളിച്ചു കടക്കലാണ്. അത് തകർത്ത് നരകത്തിലേക്ക് വീഴുന്ന പണിയാണ്. ഇപ്പൊ നോക്കൂ, മനുഷ്യന്റെ മനസ്സിന് ആഗ്രഹമുള്ള കാര്യത്തിൽപ്പെട്ടതാണത്. ഇങ്ങനെ ഏത് തിന്മകൾ എടുത്തു നോക്കിയാലും സഹോദരങ്ങളെ, മനുഷ്യന്റെ മനസ്സുകൾക്ക് അതിനോട് പൊതുവേ ഒരു താല്പര്യം നമുക്ക് കാണാം. അതുകൊണ്ടാണ് ഷഹ്വത്ത് എന്ന് പറഞ്ഞാൽ, ദേഹേച്ഛ എന്ന് പറഞ്ഞാൽ, പൊതുവെ പണ്ഡിതന്മാർ പറഞ്ഞു ഉമൂമുൽ മആസി, എല്ലാ തിന്മകളും ദേഹേച്ഛയിൽപ്പെട്ടതാണ്. ഒരു മനുഷ്യൻ തിന്മ ചെയ്യുന്നുവെങ്കിൽ അത് അവന്റെ തന്നിഷ്ടം കൊണ്ടാണ്, അവന്റെ ദേഹേച്ഛ കൊണ്ടാണ് അത് ചെയ്യുന്നത്. സഹോദരങ്ങളെ നോക്കൂ നിങ്ങൾ, സ്വർഗം അത് മക്കാരിഹുകൾ കൊണ്ടാണ് വലയം ചെയ്യപ്പെട്ടിട്ടുള്ളത്. നരകമാവട്ടെ ഷഹ്വത്തുകൾ കൊണ്ടുമാണ്. ഒരാൾ ഈ പറഞ്ഞ സ്വന്തം മനസ്സിന്റെ, ശരീരത്തിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ പരിശ്രമിച്ചാൽ അയാൾ സ്വർഗത്തിന് ചുറ്റുമുള്ള ആ വലയം ഭേദിച്ച് സ്വർഗത്തിലേക്ക് കടക്കും. നേരെ മറിച്ച് നരകത്തിന് ചുറ്റുമുള്ള മനുഷ്യന് പൊതുവെ താല്പര്യം തോന്നുന്ന ഹറാമായ തിന്മകളാണ്, ഒരാൾക്ക് അതിനോടാണ് താല്പര്യം തോന്നുന്നത് എങ്കിൽ, ആ വേലി മുറിച്ചു കടക്കുകയാണ് അയാൾ ചെയ്യുന്നത് എങ്കിൽ അയാൾക്ക് വേഗത്തിൽ നരകത്തിലേക്ക് ചെന്ന് പതിക്കുകയും ചെയ്യാം. അതുകൊണ്ട് സഹോദരങ്ങളെ നോക്കൂ, ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ, നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ രണ്ട് വലയങ്ങൾ, രണ്ട് വേലികൾ, രണ്ട് മറകൾ, അത് പൊളിച്ചു കടന്നാലാണ് അതിൻ്റെ അപ്പുറത്തേക്ക് എത്താൻ സാധിക്കുക. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം കൂടുതൽ വ്യക്തമാകുന്ന രൂപത്തിൽ മറ്റൊരു ഹദീസിൽ നമുക്ക് വിശദീകരിക്കുകയാണ്. അവിടുന്ന് പറഞ്ഞു, ലമ്മാ ഖലഖല്ലാഹുൽ ജന്നത വന്നാർ അർസല ജിബ്രീല അലൈഹിസ്സലാം ഇലൽ ജന്ന. അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗവും നരകവും സൃഷ്ടിച്ചതിന് ശേഷം ജിബ്രീൽ അലൈഹിസ്സലാമിനെ സ്വർഗത്തിലേക്ക് പറഞ്ഞയച്ചു. ഫഖാല, അല്ലാഹു ജിബ്രീലിനോട് പറഞ്ഞു, ഉൻദുർ ഇലൈഹ വഇലാ മാ അഅദത്തു ലിഅഹ്ലിഹാ ഫീഹാ. ജിബ്രീലേ, സ്വർഗം താങ്കളൊന്ന് നോക്കിയിട്ട് വരിക, അതിൻ്റെ ആളുകൾക്ക് ഞാൻ എന്തൊക്കെയാണ് അതിൽ ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നും താങ്കൾ നോക്കിയിട്ട് തിരിച്ചു വരിക. അങ്ങനെ ജിബ്രീൽ പോയി. ഫനളറ ഇലൈഹാ ഫറജഅ, സ്വർഗം നോക്കിക്കണ്ടു, എന്നിട്ട് തിരിച്ചു വന്നു. ഫഖാല, എന്നിട്ട് ജിബ്രീൽ അള്ളാഹുവിനോട് പറഞ്ഞു, വഇസ്സതിക, അള്ളാഹുവേ നിന്റെ പ്രതാപം തന്നെ സത്യം, ലാ യസ്മഉ ബിഹാ അഹദുൻ ഇല്ലാ ദഖലഹാ. ആ സ്വർഗത്തെക്കുറിച്ച് ഏതൊരാൾ കേൾക്കുന്നുവോ അയാൾ അതിൽ പ്രവേശിക്കാതിരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ, സഹോദരങ്ങളെ, സ്വർഗത്തിൽ അതിനുമാത്രം അല്ലാഹു തആല അതിൻ്റെ ആളുകൾക്ക് സുഖങ്ങളും സുഖാനുഭൂതികളും ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നതിനുള്ള തെളിവാണ്. അങ്ങനെ അല്ലാഹു തആല ഫഅമറ ബിഹാ ഫഹുഫത് ബിൽ മകാരിഹ്, അല്ലാഹു എന്തു ചെയ്തു? ആ സ്വർഗത്തിന് ചുറ്റും അനിഷ്ടകരമായ കാര്യങ്ങൾ, അഥവാ മനുഷ്യന് പൊതുവെ മാനസികമായി പ്രയാസമുണ്ടാകുന്ന കാര്യങ്ങൾ കൊണ്ട് അതിനെ വലയം ചെയ്യിച്ചു, അതിനെ വലയം ചെയ്യാൻ കൽപ്പിച്ചു. ഫഖാല, എന്നിട്ട് വീണ്ടും ജിബ്രീലിനോട് പറഞ്ഞു, ഇദ്ഹബ് ഇലൈഹാ ഫൻദുർ ഇലൈഹാ വഇലാ മാ അഅദത്തു ലിഅഹ്ലിഹാ ഫീഹാ. ജിബ്രീലേ, താങ്കൾ ഒരിക്കൽ കൂടി അങ്ങോട്ടേക്ക് പോവുക, എന്നിട്ട് ആ സ്വർഗം പോയി നോക്കി എന്തൊക്കെയാണ് അതിൻ്റെ ആളുകൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് കണ്ടിട്ട് തിരിച്ചു വരിക. ഫനളറ ഇലൈഹാ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ എത്തി ആ സ്വർഗം നോക്കുമ്പോൾ അതിന് ചുറ്റും അനിഷ്ടകരമായ കാര്യങ്ങൾ കൊണ്ട് വലയം ചെയ്യപ്പെട്ടിരിക്കുന്നു.
ഫഖാല അദ്ദേഹം കണ്ട് തിരിച്ചു വന്നു. എന്നിട്ട് അള്ളാഹുവിനോട് പറഞ്ഞു, വഇസ്സതിക അല്ലാഹുവേ നിന്റെ പ്രതാപം തന്നെ സത്യം, ലഖദ് ഖശീതു അല്ലാ യദ്ഖുലഹാ അഹദുൻ, ആ സ്വർഗത്തിൽ ഒരാളും പ്രവേശിക്കുകയില്ല എന്നാണ് ഞാനിപ്പോൾ ഭയപ്പെടുന്നത്. നോക്കൂ, ആ ഹദീസിന്റെ വാക്കുകൾ നോക്കൂ സഹോദരങ്ങളെ. ആദ്യം അദ്ദേഹം കണ്ടപ്പോൾ എന്താണ് പറഞ്ഞത്? ആ സ്വർഗത്തെക്കുറിച്ച് കേട്ടവരെല്ലാവരും അതിൽ പ്രവേശിക്കും. കാരണം അതിനു മാത്രം സുഖങ്ങളും സുഖാനുഭൂതികളും സൗകര്യങ്ങളും അല്ലാഹു തആല അതിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ മകാരിഹുകൾ കൊണ്ട്, മനുഷ്യന്റെ മനസ്സിന് പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങൾ കൊണ്ട് ആ സ്വർഗത്തെ വലയം ചെയ്തപ്പോൾ ജിബ്രീൽ പറയുകയാണ്, ഒരൊറ്റ മനുഷ്യനും അതിൽ പ്രവേശിക്കുകയില്ല എന്നാണ് ഞാനിപ്പോൾ ഭയപ്പെടുന്നത്. കാരണം എന്താ? മനുഷ്യന്റെ മനസ്സുകൾക്ക് ഇബാദത്തിനോട് പൊതുവെ പ്രയാസമുണ്ടാകും. ഇബാദത്തുകൾ ചെയ്യാതെ അവൻ പിന്തി നിൽക്കും. അപ്പോൾ ചെന്നു പതിക്കേണ്ട സ്ഥലം അത് നരകമാണ്. ഒരാൾ ഇബാദത്ത് ചെയ്യാതെ പിന്തി നിന്നാൽ പിന്നീട് അയാളെ പിടികൂടുക നരകത്തെ വലയം ചെയ്ത ശഹ്വത്തുകളാണ്, ദേഹേച്ഛകളാണ്. ഏതാണ് നോക്കൂ, അടുത്ത വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അല്ലാഹു തആല വീണ്ടും ജിബ്രീലിനോട് പറഞ്ഞു, ഇദ്ഹബ് ഫൻദുർ ഇലൻ നാരി വഇലാ മാ അഅദത്തു ലിഅഹ്ലിഹാ ഫീഹാ. ജിബ്രീലെ, നരകത്തിലേക്ക് താങ്കളൊന്ന് പോയി ആ നരകം കണ്ട് അതിൽ എന്താണ് നാം അതിൻ്റെ ആളുകൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് നോക്കിയിട്ട് തിരിച്ചു വരിക. ഫനദറ ഇലൈഹ, ജിബ്രീൽ അലൈഹിസ്സലാം പോയി നോക്കി. ഫഇദാ ഹിയ യർകബു ബഅദുഹാ ബഅദൻ, നരകമത പരസ്പരം ഒന്ന് മറ്റൊന്നിനെ തിന്നുന്ന രൂപത്തിലാണ് കാണുന്നത്. ഒന്ന് മറ്റൊന്നിന്റെ മുകളിൽ കയറി അതിങ്ങനെ മറ്റൊന്നിനെ ഭക്ഷിക്കുകയാണ്. ഫറജഅ ഫഖാല, അദ്ദേഹം തിരിച്ചു വന്നു. എന്നിട്ട് അല്ലാഹുവിനോട് പറഞ്ഞു, വഇസ്സതിക ലാ യദ്ഖുലുഹാ അഹദുൻ, അല്ലാഹുവേ നിന്റെ പ്രതാപം തന്നെ സത്യം, ആ നരകത്തിൽ ഒരാളും പ്രവേശിക്കുകയില്ല. കാരണം എന്താ? നരകം അതിഭീകരമാണ്, അതികഠിനമാണ്. ആ നരകത്തിന്റെ ശിക്ഷകൾ, ഒന്ന് മറ്റൊന്നിനെ ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ മറ്റു ചില ഹദീസുകളിൽ വന്നതുപോലെ ചൂടിന്റെ കാഠിന്യം കൊണ്ട് ഒന്ന് മറ്റൊന്നിനെ ഭക്ഷിക്കുകയാണ് എന്ന് നരകം അല്ലാഹുവിനോട് പരാതിപ്പെടുന്ന സന്ദർഭമുണ്ട്. അത്രയും കഠിനമായ ശിക്ഷ ആ നരകത്തിൽ കണ്ടപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറയുകയാണ്, അല്ലാഹുവേ ആ നരകത്തിൽ ഒരാളും പ്രവേശിക്കുകയില്ല. ഫഅമറ ബിഹാ ഫഹുഫത് ബിശ്ശഹവാത്ത്, അല്ലാഹു തആല ദേഹേച്ഛകൾ കൊണ്ട് ആ നരകത്തെ വലയം ചെയ്യാൻ കൽപ്പിക്കുകയുണ്ടായി. ഫഖാല, എന്നിട്ട് ജിബ്രീലിനോട് പറഞ്ഞു, ഇർജിഅ ഫൻദുർ ഇലൈഹ, ജിബ്രീലെ ഇനി നരകം നോക്കിയിട്ട് തിരിച്ചു വരിക. ഫനദറ ഇലൈഹ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചെന്ന് നോക്കി, ആ നരകം കണ്ടു. ഫഇദാ ഹിയ ഖദ് ഹുഫത് ബിശ്ശഹവാത്ത്, ദേഹേച്ഛകൾ കൊണ്ട്, മനുഷ്യന് താല്പര്യം തോന്നുന്ന തിന്മകൾ കൊണ്ട്, ഹറാമുകൾ കൊണ്ട് ആ നരകം വലയം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഫറജഅ വഖാല, ജിബ്രീൽ അലൈഹിസ്സലാം ആ കാഴ്ച കണ്ട് തിരിച്ചു മടങ്ങി അള്ളാഹുവിന്റെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, വഇസ്സതിക, അല്ലാഹുവേ നിന്റെ പ്രതാപം തന്നെ സത്യം, ലഖദ് ഖശീതു അല്ലാ യൻജുവ മിൻഹാ അഹദുൻ ഇല്ലാ ദഖലഹാ, അല്ലാഹുവേ ഒരാൾ പോലും രക്ഷപ്പെടാതെ ആ നരകത്തിൽ എല്ലാവരും പ്രവേശിക്കും എന്നാണ് ഞാനിപ്പോൾ ഭയപ്പെടുന്നത്. സഹോദരങ്ങളെ, ഈ ഹദീസ് നമുക്കൊരർത്ഥത്തിൽ സന്തോഷവും മറ്റൊരർത്ഥത്തിൽ ഭയപ്പാടും നൽകേണ്ടതുണ്ട്. കാരണം നോക്കൂ നിങ്ങൾ, സ്വർഗത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. അതെല്ലാം സ്വർഗത്തിലേക്ക് താല്പര്യം നമുക്ക് വർദ്ധിക്കുകയാണ് ചെയ്യുക. ദുനിയാവിന്റെ പ്രയാസങ്ങൾ നമുക്ക് നീങ്ങുക ആ സ്വർഗത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ്. പക്ഷേ ആ സ്വർഗത്തെ അള്ളാഹു വലയം ചെയ്തത് നമുക്ക് അനിഷ്ടകരമായ കാര്യങ്ങൾ കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ഇബാദത്തുകൾ കൊണ്ട്. മനുഷ്യന്റെ മനസ്സിന് പൊതുവേ ഒരു കാര്യം, ഒരു ഇബാദത്ത് ചെയ്യാൻ ഒരു പ്രയാസം, ഒരു മടി, ഒരു അലസത പൊതുവേ ഉണ്ടാകും. ആ അലസതകൾ കൊണ്ടാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ സ്വർഗത്തെ വലയം ചെയ്തിട്ടുള്ളത്. ഇബാദത്തുകൾ കൊണ്ടാണ്, മനുഷ്യന്റെ മനസ്സിന് പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങൾ കൊണ്ടാണ് സ്വർഗം വലയം ചെയ്യപ്പെട്ടിട്ടുള്ളത്. സ്വർഗത്തിന് മുന്നിലുള്ള മറ എന്നത് ഇബാദത്തുകളാണ്. ആ ഇബാദത്തുകളാവട്ടെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് മകാരിഹ് എന്നാണ്. നമുക്ക് പ്രയാസമുണ്ടാകും, അനിഷ്ടകരമായ കാര്യങ്ങളായിരിക്കും. അള്ളാഹു വെച്ച ആ വലയം അതിനെ ഭേദിച്ചു കടക്കണമെങ്കിൽ നമ്മുടെ മനസ്സിന്റെ ദേഹേച്ഛയെ നമ്മൾ അതിജയിക്കണം. അതാണ് അതിനുള്ള പ്രതിവിധി.
ജിബ്രീൽ അലൈഹിസ്സലാം ഭയപ്പെട്ടു. എന്തുകൊണ്ട്? ഒരാളും അതിൽ പ്രവേശിക്കാൻ സാധ്യതയില്ല. എന്തുകൊണ്ടാണ്? കാരണം ഇബാദത്തുകൾ പൊതുവെ മനുഷ്യന് പ്രയാസമായിരിക്കും. നേരെ തിരിച്ച് നരകത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ആദ്യം അദ്ദേഹം പറഞ്ഞ വാക്ക് നോക്കൂ, അത് നമ്മെ പേടിപ്പെടുത്തേണ്ടതുണ്ട്. ഒരാളും അതിൽ പ്രവേശിക്കുകയില്ല. കാരണം അത്രയും പേടി നിറഞ്ഞ രൂപത്തിലാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ളത്. നരകത്തെക്കുറിച്ച് അല്ലാഹു വിശേഷിപ്പിച്ച നരകത്തിന്റെ ശിക്ഷകളും അതിലെ കഠിനമായ അട്ടഹാസങ്ങളും തേങ്ങലുകളും അതിലെ ആളുകളുടെ കരച്ചിലുകളും സഹോദരങ്ങളെ അല്ലാഹു അവന്റെ കിതാബിൽ ധാരാളം പല സ്ഥലങ്ങളിലും നമുക്ക് ഓർമ്മപ്പെടുത്തി തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കേട്ട ഒരാളും അതിൽ പ്രവേശിക്കുകയില്ല, രക്ഷപ്പെട്ട് ഓടുകയാണ് ചെയ്യുക. എന്നാൽ അല്ലാഹു ശഹ്വത്തുകൾ കൊണ്ട് അതിനെ വലയം ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരാൾ നരകത്തിലേക്ക് ചെന്ന് പതിക്കുക എപ്പോഴാണ്? അയാളുടെ തന്നിഷ്ടത്തിന് വഴങ്ങിയാലാണ്. മനുഷ്യന്റെ മനസ്സ് എപ്പോഴും നോക്കൂ, നിങ്ങൾ സുബഹി ബാങ്ക് കേൾക്കും, പക്ഷേ എഴുന്നേൽക്കാൻ തോന്നുകയില്ല. മനസ്സിന്റെ ഇച്ഛയാണത്, മനസ്സിന്റെ ആഗ്രഹമാണെന്ത്? കുറച്ചുകൂടി ഉറങ്ങാം. ആദ്യം തുടക്കത്തിൽ ജമാഅത്ത് ഒഴിവാക്കും. ജമാഅത്ത് കുഴപ്പമില്ല, ഒറ്റക്ക് നിസ്കരിക്കാലോ. പിന്നീട് വഖ്ത് സമയം തെറ്റി അത് പിന്നീട് ഖളാ ആകുന്ന അവസ്ഥയിലേക്ക് എത്തും. മനുഷ്യന്റെ ഇച്ഛ, മനുഷ്യന്റെ ആഗ്രഹം അതിലേക്ക് പടിപടിയായി അവനെ തള്ളിവിടും. അങ്ങനെ നോക്കൂ, ഓരോ കാര്യങ്ങളും, നിസ്കാരത്തിന്റെ കാര്യം പ്രത്യേകം. ഇനി സക്കാത്താണെങ്കിലോ സമ്പത്താണ്, അത് കയ്യിൽ നിന്ന് കൊടുക്കണം. അത് കൊടുക്കുമ്പോൾ പ്രയാസം തോന്നിയാലോ മനുഷ്യന്റെ മനസ്സിനത് പൊതുവെ പ്രയാസമായിരിക്കും. റമദാനിലെ നോമ്പ് പട്ടിണിയെടുക്കണം പകൽ, അത് പ്രയാസമായിരിക്കും പൊതുവെ. അതുപോലെ ഹജ്ജ്, ധാരാളം കർമ്മങ്ങൾ അതിലുണ്ട്. നമ്മോട് അള്ളാഹു കൽപ്പിച്ച ദീനിലെ മറ്റു കാര്യങ്ങൾ ഒക്കെ ചെയ്യാനുള്ളതാണ്, അതൊക്കെ നമുക്ക് ചെയ്യണം. ആ ചെയ്യാൻ പൊതുവെ മനുഷ്യന് അലംഭാവവും അലസതയും അനിഷ്ടവും ഉണ്ടാകും. സഹോദരങ്ങളെ, ആ അനിഷ്ടമാണ് സ്വർഗത്തിന്റെ മുന്നിലുള്ള മറ. നമുക്കും സ്വർഗത്തിനും ഇടയിലുള്ള മറ എന്നത് നമ്മുടെ മനസ്സിന്റെ അനിഷ്ടകരമായ കാര്യങ്ങളാണ്, അഥവാ ഇബാദത്തിനോട് നമുക്കുള്ള അലസതയാണ്. അതിൽ നിന്ന് രക്ഷപ്പെട്ടാലാണ് ആ സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത്. അതുപോലെ നരകവും, ആ നരകത്തിന് ചുറ്റും മനുഷ്യന് പ്രിയപ്പെട്ട, മനുഷ്യന് ഇഷ്ടമുള്ള പല കാര്യങ്ങളുമാണ്. ഹറാമിന്റെ കാഴ്ചകൾ, ഹറാമിന്റെ നോട്ടങ്ങൾ, ഹറാമിന്റെ സമ്പാദ്യം, അങ്ങനെ മനുഷ്യൻ എന്തൊക്കെ മനസ്സിന് താല്പര്യമുണ്ടോ അതൊക്കെയാണ് നരകത്തിന്റെ മുന്നിലുള്ള കാര്യങ്ങൾ. അതിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മാത്രമേ നരകത്തിലേക്ക് പതിക്കാതിരിക്കുകയുള്ളൂ. ഒരാൾ ആ മറ ഭേദിച്ച് കടന്നാൽ, അത് ചെയ്താൽ അടുത്തത് പിന്നീട് നരകമാണ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഈ മറ ഭേദിച്ച് കടന്നാൽ ചെന്ന് വീഴാനുള്ള സ്ഥലം കത്തിയെരിയുന്ന നരകമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുകയാണ്, സ്വർഗം മക്കാരിഹുകൾ കൊണ്ട് വലയം ചെയ്യപ്പെട്ടിരിക്കുന്നു, നരകം ശഹ്വത്തുകൾ കൊണ്ട്, ദേഹേച്ഛകൾ കൊണ്ടും വലയം ചെയ്യപ്പെട്ടിരിക്കുന്നു. അതുപോലെ മറ്റു ചില ഹദീസുകളിൽ കാണാം, സ്വർഗത്തിൽ പ്രവേശിക്കപ്പെട്ട ആളുകൾ ദുർബലരായ ആളുകളായിരിക്കുമെന്നാണ്. നരകത്തിലെ ആളുകളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, അഹങ്കാരികളും സ്വേച്ഛാധിപതികളുമായ ആളുകളായിരിക്കും നരകത്തിൽ ഉണ്ടാവുക. നമുക്ക് അഹങ്കാരില്ലല്ലോ എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. അള്ളാഹുവിൻ്റെ കൽപ്പന, അതിനെ ധിക്കരിക്കൽ സഹോദരങ്ങളെ അഹങ്കാരമാണ്. അള്ളാഹുവിനോട് സ്നേഹമുണ്ടെങ്കിൽ അള്ളാഹുവിനെ അനുസരിക്കുകയാണ് ഞാനും നിങ്ങളും ചെയ്യുക. അത് പറയാൻ വളരെ എളുപ്പമാണ്, പക്ഷേ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനാണ് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത്. അതാണ് ഞാൻ ആദ്യം ഓതി വെച്ച ആയത്തിൽ അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മെ അറിയിച്ചത്, വല്ലദീന ജാഹദു ഫീന, ആരാണോ നമ്മുടെ മാർഗത്തിൽ പരിശ്രമിക്കുന്നത്, അഥവാ ഇബാദത്തുകൾ ചെയ്യാൻ പരിശ്രമം വേണം, തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ പരിശ്രമം വേണം, എങ്കിൽ ലനഹ്ദിയന്നഹും സുബുലന, നമ്മുടെ മാർഗത്തിലേക്ക്, നമ്മുടെ പാതയിലേക്ക് നാം അവന് വഴി കാണിക്കും, അതിലേക്കുള്ള എളുപ്പം നൽകും. വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ, തീർച്ചയായും അള്ളാഹു ഇഹ്സാനുള്ളവരുടെ കൂടെയാണ്. അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന, അവനെ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യുന്ന, അവൻ ഇങ്ങോട്ട് കാണുന്നു എന്ന രൂപത്തിൽ ഇബാദത്ത് ചെയ്യുന്ന ആളുകളുടെ കൂടെയാണ് അള്ളാഹു. അവരെ സഹായിക്കാൻ, അവരെ സംരക്ഷിക്കാൻ, അവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകാൻ, അവരെ ഇഹലോകത്തും പരലോകത്തും എല്ലാ അർത്ഥത്തിലും രക്ഷപ്പെടുത്താൻ, നാളെ സ്വർഗം അത് നൽകാൻ
അല്ലാഹു റബ്ബുൽ ആലമീൻ കൂടെ ഉണ്ടാകുമെന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങളെയും അവനനുസരണമുള്ള അവനെ അനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയും അവൻ്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചത് ഈ ദുനിയാവിലെ ജീവിതം കഴിഞ്ഞ് ഒന്നല്ലെങ്കിൽ സ്വർഗം അതല്ലെങ്കിൽ നരകം, ആ സ്വർഗത്തിന് വലയം ചെയ്യപ്പെട്ടിട്ടുള്ള സൽക്കർമ്മങ്ങൾ, നല്ല കാര്യങ്ങൾ, നമ്മുടെ മനസ്സിന് പൊതുവെ അനിഷ്ടകരമായ കാര്യങ്ങൾ, അതേപോലെ തന്നെ നരകം, ആ നരകത്തെ വലയം ചെയ്യപ്പെട്ടിട്ടുള്ള ദേഹേച്ഛകൾ, നമ്മുടെ മനസ്സിൻ്റെ ഇഷ്ടങ്ങൾ, താല്പര്യങ്ങൾ, ഇത് രണ്ടും ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ജീവിച്ചാൽ മാത്രമേ സഹോദരങ്ങളെ പരലോകം രക്ഷപ്പെടുകയുള്ളൂ. ദുനിയാവിൽ ഇഹലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചത് ഇത് പരീക്ഷണത്തിൻ്റെ കേന്ദ്രമായിക്കൊണ്ടാണ്. ഇവിടെ പരിശ്രമകാരികൾക്ക് മാത്രമേ രക്ഷയുള്ളൂ. പരിശ്രമിച്ച ആളുകൾക്ക് മാത്രമേ പരലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. സഹോദരങ്ങളെ, ഭൗതിക കാര്യങ്ങളും അങ്ങനെ തന്നെയല്ലേ? ഒരാൾ വിദേശത്തേക്ക് ജോലിക്ക് പോയാൽ അവിടെ മടിയനായി അലസനായി കാലം കഴിച്ചുകൂട്ടിയാൽ അയാളുടെ അവധി എത്തി നാട്ടിലേക്ക് തിരിച്ചു മടങ്ങുമ്പോൾ ഒന്നുമില്ലാതെ മടങ്ങുന്ന ഒരാളുടെ അവസ്ഥ എന്താണ് അയാളെക്കുറിച്ച് നമ്മൾ പറയുക? പൊതുവെ പണിയെടുക്കാതെ റൂമിൽ കിടന്നുറങ്ങിയ ആളുകളെക്കുറിച്ച് പറയും, എന്തൊരു വിഡ്ഢിത്തമാണ് അവൻ ചെയ്യുന്നത്, അവന് ബുദ്ധിയില്ലേ, ഉള്ള സമയം നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തി പണമുണ്ടാക്കിക്കൂടെ, ജോലി ചെയ്ത് സമ്പാദിച്ചുകൂടെ എന്നൊക്കെ ഞാനും നിങ്ങളും പലപ്പോഴും അഭിപ്രായപ്പെടാറുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും അതുപോലെ അതല്ല, അതിനേക്കാൾ ഗൗരവകരമായ ഒരു യാത്രയിലാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഈ ദുനിയാവിലേക്ക് അയച്ചത് ഇവിടെ സുഖിച്ചും സന്തോഷിച്ചും ഉറങ്ങാനുള്ളതല്ല, അതല്ലെങ്കിൽ റെസ്റ്റ് എടുക്കാനല്ല, മറിച്ച് പരിശ്രമിക്കാനുള്ളതാണ്. നോക്കൂ, അല്ലാഹു അവനുള്ള ഇബാദത്തിന് നിശ്ചയിച്ച സമയങ്ങൾ വളരെ കുറവാണ്. മാത്രമല്ല അല്ലാഹു 1-ന് 10 പ്രതിഫലവും നിശ്ചയിച്ചിട്ടുണ്ട്. 1-ന് 10 ചുരുങ്ങിയത്. എന്നാൽ തിന്മകൾക്ക് 1-ന് 1 മാത്രമേ ഉള്ളൂ. എന്നിട്ടും സഹോദരങ്ങളെ, നരകത്തിലേക്ക് ചെന്നു പതിക്കുക എന്ന് പറഞ്ഞാൽ എത്ര അപകടകരമായിരിക്കും. അതുകൊണ്ട് ഞാനും നിങ്ങളും ഇബാദത്തുകൾക്കുള്ള പരിശ്രമം അത് ക്ഷമയോടുകൂടി ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തിന്മകൾ, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മനുഷ്യ മനസ്സുകൾക്ക് വേഗത്തിൽ താല്പര്യം തോന്നും, വേഗത്തിൽ അതിലേക്ക് പതിക്കാൻ പൊതുവെ തോന്നും. അത്തരം തിന്മകൾ, ദേഹേച്ഛകൾ, അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ, മാറി നിൽക്കാൻ ക്ഷമ വേണം, പരിശ്രമം വേണം എന്നുള്ളതാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ നമ്മുടെ ശരീരത്തിന് പ്രയാസമുണ്ടാക്കുന്ന ഭക്ഷണ പാനീയങ്ങൾ പലപ്പോഴും നമ്മൾ ഉപേക്ഷിക്കാറുണ്ട്, ഞാനും നിങ്ങളും. തടി കൂടുന്നതിന്, അതല്ലെങ്കിൽ ആരോഗ്യത്തെ സാരമായി ബാധിക്കുന്ന എന്തെങ്കിലും, വേണ്ട നിസാരമായി ബാധിക്കുന്ന കാര്യങ്ങൾ വരെ നമ്മൾ മാറ്റിവെക്കാറുണ്ട്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച ഒരു കാര്യം ചെയ്യാൻ, റബ്ബിന്റെ കൽപ്പനകൾ പാലിക്കാൻ, അതല്ലെങ്കിൽ അല്ലാഹു വിരോധിച്ചതിൽ നിന്ന് മാറി നിൽക്കാൻ സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ എന്നത് ഞാനും നിങ്ങളും നമ്മുടെ മനസ്സിനോട്, നമ്മുടെ സ്വന്തത്തോട് ചോദിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, മുഹമ്മദിന്റെ ആത്മാവ് ഏതൊരുവന്റെ കയ്യിലാണോ ആ റബ്ബ് തന്നെ സത്യം. ലൗ റഅയ്തും മാ റഅയ്തു ലളഹിക്തും ഖലീലാ വലബകൈതും കസീറാ, ഞാൻ കണ്ടതെങ്ങാനും നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ നിങ്ങൾ ധാരാളമായി കരയുകയും കുറച്ചു മാത്രം ചിരിക്കുകയും ചെയ്യുമായിരുന്നു. എന്താണ് നബിയെ അങ്ങ് കണ്ടത് എന്ന് സഹാബത്ത് ചോദിക്കുകയുണ്ടായി. അവിടുന്ന് പറഞ്ഞു, റഅയ്തുൽ ജന്നത വന്നാർ, ഞാൻ സ്വർഗവും നരകവും കണ്ടിരിക്കുന്നു. സഹോദരങ്ങളെ, നേരത്തെ നമ്മൾ കേട്ട ഹദീസിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചില്ലേ? അദ്ദേഹം ആദ്യം സ്വർഗം നോക്കി വന്നപ്പോൾ ആ സ്വർഗത്തിൽ എല്ലാവരും പ്രവേശിക്കുമെന്ന് സന്തോഷിച്ചു. പക്ഷേ രണ്ടാമത് പോയി നോക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്ക്, ഒരാളും അതിൽ പ്രവേശിക്കുകയില്ല എന്നാണ്. കാരണം മക്കാരിഹുകൾ കൊണ്ട് അതിനെ വലയം ചെയ്തിരിക്കുന്നു.
മനുഷ്യൻ അനിഷ്ടകരമായ കാര്യങ്ങൾ കൊണ്ട് അതിനെ വലയം ചെയ്തിരിക്കുന്നു. അത് ഭേദിച്ച് കടന്നാലല്ലാതെ ഒരാൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. നരകം ആദ്യം കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ നരകത്തിൽ ഒരാളും പ്രവേശിക്കുകയില്ല. എന്നാൽ രണ്ടാമത് അള്ളാഹു ദേഹേച്ഛകൾ കൊണ്ട് അതിനെ വലയം ചെയ്തു, അഥവാ തിന്മകൾ, ഹറാമായ കാര്യങ്ങൾ, അതുകൊണ്ട് അതിനെ വലയം ചെയ്തപ്പോൾ അദ്ദേഹം വന്ന് പറഞ്ഞത് എന്താണ്? അള്ളാഹുവേ, ഒരാളും രക്ഷപ്പെടാതെ എല്ലാവരും അതിൽ പതിച്ചു പോകുമോ എന്നാണ് ഞാൻ ഭയപ്പെടുന്നത്. കാരണം നരകത്തിലേക്കുള്ള പാത വളരെ എളുപ്പമാണ്. അത് മനുഷ്യന്റെ മനസ്സുകൾക്ക് പൊതുവെ താല്പര്യമുണ്ടാക്കുന്നതാണ്. എന്നാൽ സ്വർഗത്തിലേക്കുള്ള പാത പരിശ്രമം കൊണ്ട് കുറച്ച് പ്രയാസപ്പെട്ട് പണിപ്പെട്ട് നേടിയെടുക്കേണ്ടതാണ്. അത് വെറുതെ ഇരുന്നാൽ സഹോദരങ്ങളെ കിട്ടുകയില്ല. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആ സ്വർഗവും നരകവും ഞാൻ കണ്ടിരിക്കുന്നു. അതെങ്ങാനും നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ നിങ്ങൾ കുറച്ചു മാത്രമേ ചിരിക്കുകയുള്ളൂ, കൂടുതൽ കരയുമായിരുന്നു. സഹോദരങ്ങളെ, നമ്മൾ ധാരാളം ചിരിക്കുന്നവരാണ്. എന്നാൽ നമ്മുടെ കണ്ണുകൾ നനഞ്ഞിട്ട് മാസങ്ങളായിട്ടുണ്ടാകും. അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞിട്ട് എത്ര ദിവസങ്ങളായി, എത്ര ആഴ്ചകളായി, എത്ര മാസങ്ങളായി, എത്ര വർഷങ്ങളായി എന്ന് ഞാനും നിങ്ങളും, എന്നോടും നിങ്ങളോടും ചോദിക്കേണ്ടതുണ്ട്. നമ്മൾ എത്ര കാലമായി കരഞ്ഞിട്ട്? അള്ളാഹുവിനെ ഓർത്ത് കരയാറുണ്ടോ? നമ്മുടെ കണ്ണുകൾ നിറയാറുണ്ടോ? അള്ളാഹുവിൻ്റെ ഖുർആനിലെ ഒരായത്ത് കേട്ടിട്ട് നമ്മുടെ കണ്ണുകൾ നനയാറുണ്ടോ? നമ്മൾ ചിന്തിക്കുക. നരകത്തെക്കുറിച്ച് കേട്ടിട്ട് ആ നരകത്തിൻ്റെ ഭയാനകത ഓർത്തിട്ട് നമ്മൾ കരഞ്ഞിട്ടുണ്ടോ? സഹോദരങ്ങളെ, നമ്മുടെ കണ്ണുകൾ നനഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അത് കണ്ടിരുന്നുവെങ്കിൽ നിങ്ങൾ കുറച്ചു മാത്രമേ ചിരിക്കുകയുള്ളൂ, ധാരാളം കരയുമായിരുന്നു. അതുകൊണ്ടാണ് സ്വഹാബത്ത് ധാരാളമായി കരയുന്നവരായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖബറിനരികിൽ വന്നു നിന്നാൽ അവിടുന്ന് കരയുമായിരുന്നു. അവിടുത്തെ താടി രോമങ്ങൾ നനയുമാറ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആ കരച്ചിലെന്നത് സഹോദരങ്ങളെ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് സ്വർഗവും നരകവും ഹക്കാണ്, അല്ലാഹു നേരത്തെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. ആ സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിന്റെ ഇച്ഛകളെ നാം അതിജയിക്കണം. നമ്മുടെ മനസ്സിന്റെ താല്പര്യങ്ങൾ അതിന് വിരുദ്ധമായിട്ടാണ് നമ്മോട് പറയുക, പക്ഷേ അതിനെ അതിജയിച്ച് രക്ഷപ്പെടാൻ നമ്മൾ ശ്രമിക്കണം. അതേപോലെ സഹോദരങ്ങളെ, നമ്മെ തിന്മയിലേക്ക് മനസ്സ് മന്ത്രിക്കുമ്പോൾ, അതിലേക്ക് കുറുകുമ്പോൾ, അതിലേക്ക് നമ്മെ ക്ഷണിക്കുമ്പോൾ, അതിലേക്കുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഒരുങ്ങി വരുമ്പോൾ അള്ളാഹുവിനെ ഭയന്ന് ആ ദേഹേച്ഛകളിൽ നിന്ന് വിട്ടുനിന്നാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന, അള്ളാഹുവേ ഞാൻ നിന്നോട് സ്വർഗം ചോദിക്കുന്നു. വമാ ഖറബ ഇലൈഹാ മിൻ ഖൗലിൻ ഔ അമൽ, ആ സ്വർഗത്തിലേക്ക് എന്നെ എത്തിക്കുന്ന, അതിലേക്ക് എന്നെ അടുപ്പിക്കുന്ന വാക്കുകളും പ്രവൃത്തികളും റബ്ബേ ഞാൻ നിന്നോട് ചോദിക്കുന്നു. സഹോദരങ്ങളെ, സാധാരണ നമ്മൾ സ്വർഗത്തെ ചോദിക്കാറുണ്ട്. എന്നാൽ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന വാക്കുകളും പ്രവൃത്തികളും അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങേണ്ടതാണത്. അഥവാ റബ്ബിനോട് തൗഫീഖ് ചോദിക്കണം ഇബാദത്തുകൾ ചെയ്യാൻ. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പ്രാർത്ഥിക്കുന്നു, വഅഊദു ബിക മിനന്നാർ, അല്ലാഹുവേ നരകത്തെ തൊട്ട് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. വമാ ഖറബ ഇലൈഹാ മിൻ ഖൗലിൻ ഔ അമൽ, അതിലേക്ക് അടുപ്പിക്കുന്ന വാക്കുകളിൽ നിന്നും പ്രവൃത്തികളിൽ നിന്നും അല്ലാഹുവേ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. അഥവാ നരകത്തിലേക്ക് അടുപ്പിക്കുന്ന വാക്കുകളുണ്ട്, പ്രവൃത്തികളുണ്ട്, അതിൽ നിന്ന് അല്ലാഹു നമ്മെ സംരക്ഷിക്കണം, അല്ലാഹു നമ്മെ കാക്കണം. അതിനുള്ള കാര്യകാരണങ്ങൾ നമ്മൾ ഉണ്ടാക്കണം സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും അടിയുറച്ച് വിശ്വസിക്കുക, അല്ലാഹു തആല സ്വർഗവും നരകവും നേരത്തെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ മരണം മാത്രമാണ് അതിലേക്ക് പ്രവേശിക്കാനുള്ള തടസ്സം. നാം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിലേക്കുള്ള കാലെടുത്തു വപ്പാണ്, ഒന്നല്ലെങ്കിൽ സ്വർഗം അതല്ലെങ്കിൽ നരകം. ഈ പരീക്ഷണ കേന്ദ്രത്തിന്റെ അന്ത്യം അതാണ്, അവസാനം അതാണ്. ഈ യാത്രയുടെ അവസാനം അതാണ്, ഒന്നല്ലെങ്കിൽ സ്വർഗം അതല്ലെങ്കിൽ നരകം. അങ്ങനെയാണ് അള്ളാഹുവും അവന്റെ റസൂലും നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല മരണം വരെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ മുഅ്മിനീങ്ങളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ എല്ലാ ദേഹേച്ഛകളിൽ നിന്നും അലസതകളിൽ നിന്നും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മിലെ രോഗികൾക്ക്, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്, അവർക്ക് ശിഫാ നൽകുമാറാവട്ടെ. നമ്മിൽ നിന്നും ഈമാനോടുകൂടി മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ.
اللهم اغفر لنا وارحمنا. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل، ونعوذ بك من النار وما قرب إليها من قول أو عمل. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين، والحمد لله رب العالمين.